മാസപ്പടി വിവാദത്തിൽ പുതിയ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ എം.എൽ.എ. ഭൂപരിഷ്കരണ നിയമത്തിൽ ലാൻഡ് ബോർഡ് തള്ളിയ കമ്പനിയുടെ അപേക്ഷയിൽ CMRL വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. മുഖ്യമന്ത്രിക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വകുപ്പല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി നേരിട്ട് ഫയൽ വിളിച്ചു വരുത്തി ലീസിന് ജീവൻ നൽകിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. പരിശോധിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെ കമ്പനി സമർപ്പിച്ച അപേക്ഷയും ആയതിന്മേൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സും, അതായത് ഞാനിവിടെ എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വകുപ്പും മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വരുന്നതല്ല. ദിസ് ഹാസ് ടു ബി ഡെൽറ്റ് ബൈ ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ആരെങ്കിലും ഭൂപരിഷ്കരണ അല്ലെങ്കിൽ നിയമപ്രകാരം എക്സംഷൻ അപേക്ഷിച്ചാൽ അതിൻ്റെ നാച്ചുറൽ കോഴ്സിൽ അത് പരിശോധിച്ച് അതിൽ തീരുമാനമെടുക്കേണ്ടതുമായിട്ടുള്ള അവകാശം റവന്യൂ ഡിപ്പാർട്ട്മെന്റിനാണ്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ കാണിക്കുന്ന ഫയൽ നോട്ടിങ്സ് ആണ്. മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സ്വീകരിക്കുകയും അദ്ദേഹം മീറ്റിംഗ് വിളിച്ച് മിനിറ്റ്സ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തു. സലീം മാലിക് തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സലീമ, മാത്യു കുഴൽനാടൻ അറിയിച്ചിരുന്നത് മാസപ്പടി ആരോപണത്തിൽ രണ്ടാം ഘട്ടത്തിൽ പുറത്തുവിടാനുള്ള ചില തെളിവുകൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുമെന്നാണ്. എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്? ചില രേഖകൾ, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിന്റെ അധികാരത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് ഫയൽ വിളിച്ചു വരുത്തി കമ്പനികൾ CMRLനും അതിനനുബന്ധ സ്ഥാപനങ്ങൾക്കും ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകി എന്നതടക്കമുള്ള ചില ആരോപണങ്ങളാണല്ലോ. എന്തൊക്കെ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്? എന്തായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചത്? വിജയകുമാർ, ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടത് അതിന്റെ മൂന്നാം ഘട്ട തെളിവ് പുറത്തുവിടൽ എന്നായിരുന്നു മാത്യു കുഴൽനാടൻ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിലൂടെ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത് മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് യോഗം വിളിച്ചതിന്റെ മിനിറ്റ്സ് രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല 2004 ഈ CMRL ലഭിച്ചിരുന്ന ലീസ് UDF സർക്കാർ തീരുമാനിച്ചിരുന്നത് തന്നെയാണ് എന്ന് മാത്യു കുഴൽനാടൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനുശേഷം ആ ലീസ് പിന്നീട് അച്യുതാനന്ദൻ സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ്. അങ്ങനെ തുടരുമ്പോഴാണ് പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരികയും ആ ലീസിന് ജീവൻ നൽകാനായി പിന്നീട് മുഖ്യമന്ത്രി നിരന്തരമായി ഇടപെട്ടു എന്നുള്ളൊരു വലിയ ആരോപണമാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഈ ഭൂമിക്ക് വേണ്ടി, ഇവരുടെ ഭൂമിക്ക് വേണ്ടി 60 ഏക്കർ ഭൂമിക്ക് വേണ്ടി ഭൂപരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെടെ ഭേദഗതി വരുത്താൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയായിരുന്നു. അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് റവന്യൂ വകുപ്പ് ആയിരുന്നിട്ട് കൂടി മുഖ്യമന്ത്രി ആ വിഷയത്തിൽ നേരിട്ടിടപെട്ട ശേഷം മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ച് യോഗം വിളിക്കുകയായിരുന്നു. ചട്ടത്തിൽ ഇളവ് നൽകണമെന്ന അപേക്ഷ ജില്ലാ സമിതി ശുപാർശ പ്രകാരം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ 2021 മെയ് 4 ആ അപേക്ഷ നിരസിച്ചതാണ്. പിന്നീട് പുനഃപരിശോധിക്കാൻ നൽകിയ 2 അപേക്ഷയും ആ ഘട്ടത്തിൽ നിരസിച്ചിരുന്നതുമാണ്. എന്നാൽ പിന്നീടാണ് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. 11/1/2022 മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിയമഭേദഗതിക്കുള്ള ഉത്തരവിന് വേണ്ടിയുള്ള കുറിപ്പ് നൽകുകയായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രി നേരിട്ടൊരു യോഗം വിളിക്കുകയായിരുന്നു. ആദ്യം സമിതി പരിശോധിച്ച് തള്ളിയ തൃക്കുന്നപ്പുഴയിലെ ആ 60 ഏക്കർ വ്യവസായത്തിന് യോഗ്യമാണെന്ന് പറഞ്ഞ് പിന്നീട് ഇളവ് ചെയ്യുകയായിരുന്നു. അത് മുഖ്യമന്ത്രി വിളിച്ച ആ യോഗത്തിന് ശേഷമാണ് എന്നുള്ളത് കൂടി പറയുന്നു. അതിന് പിന്നാലെ 15/6/2022 ഈ ഭൂപരിധി ചട്ടത്തിൽ ഇളവിന് ജില്ലാ സമിതി പോലും ശുപാർശ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ജില്ലാ സമിതി തന്നെ തള്ളിയ ആ ഉത്തരവാണ് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഇടപെടലിന് ശേഷം ഭൂപരിധി ചട്ടത്തിൽ ഉൾപ്പെടെ ഇളവ് നൽകിയത്. അത് KREMLന്റെ 60 ഏക്കർ ഭൂമിക്ക് ആനുകൂല്യം നൽകാനുള്ള നടപടികൾ പിന്നീട് തുടർച്ചയായി നടക്കുകയായിരുന്നു. അങ്ങനെ 3ാം തവണയും കമ്പനിക്ക് വേണ്ടി മുഖ്യമന്ത്രി വഴിവിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിന് എല്ലാ സഹായവും ഒരുക്കിയത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തുന്നതെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് വലിയ നിലയിൽ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട്, മാത്രമല്ല യഥാർത്ഥ പ്രതി വീണ വിജയനല്ല, പകരം മുഖ്യമന്ത്രിയാണ് 100 കോടിയിലധികം രൂപ, ഈ 135 കോടി രൂപ വിവിധ ആളുകൾക്കായി ഈ കമ്പനി നൽകി എന്നുള്ളൊരു ആരോപണം, ആ ആരോപണം നിലനിൽക്കെ അതിൽ 100 കോടിയിലധികം രൂപ സിംഹഭാഗവും വാങ്ങിയത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് മകളോട് ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കണം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കേരളം മുഴുവൻ കുറ്റക്കാരി എന്ന നിഴലിൽ നിർത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിർബന്ധപ്രകാരമാണ് മകൾ ഇത് ചെയ്തതെന്ന് സമ്മതിക്കണം. അതാണ് മകളോട് സ്നേഹം
ആവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇന്ന് മാത്യു കുഴൽനാടൻ പ്രധാനമായും ഉന്നയിച്ചത്. സലീമ, ഈ വിഷയത്തിൽ ഈ മന്ത്രിമാരെ സംവാദത്തിന് മാത്യു കുഴൽനാടൻ വെല്ലുവിളിക്കുന്നുണ്ട്. പി രാജീവ്, എം രാജേഷ് എന്നിവരുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണ്. അതുപോലെ രാജീവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും തയ്യാറാണ് എന്നും കൂടി പറയുന്നുണ്ട് മാത്യു കുഴൽനാടൻ. ഒരു പരസ്യ സംവാദത്തിന് മന്ത്രിമാരെ മാത്യു കുഴൽനാടൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ, അല്ലേ? ഉറപ്പായും വിജയകുമാർ, കാരണം ഈ വിഷയത്തിൽ ഇതിന്റെ പരമാവധി രേഖകൾ മാത്യു കുഴൽനാടന്റെ കൈവശമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വലിയ പഠനം നടത്തിയ ശേഷമാണ് മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മാത്യു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇതുവരെയും CPM-ഓ പാർട്ടിയോ മറ്റ് മന്ത്രിമാരോ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ മറുപടി പറയുമ്പോഴൊക്കെ ഹിറ്റ് ആൻഡ് റൺ എന്ന നിലയിലാണ് മാത്യു കുഴൽനാടന്റെ പ്രവർത്തികൾ എന്ന് നേരത്തെ മന്ത്രിമാർ തന്നെ ആരോപിച്ചിരുന്നു. എം രാജേഷ് ആ നിലയിൽ ഒരു ആരോപണം ഉന്നയിച്ച ശേഷം മാത്യു കുഴൽനാടൻ കടന്നു പോവുകയാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനെതിരെയാണ് മാത്യു കുഴൽനാടൻ തന്നെ ഇന്ന് പറഞ്ഞത് താൻ എങ്ങും പോയിട്ടില്ല, താൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇവിടെ തന്നെയുണ്ട്. മാത്രമല്ല, ഈ വിഷയം എം രാജേഷും അതുപോലെ തന്നെ പി രാജീവും ഉൾപ്പെടെയുള്ളവർ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഒന്നോ രണ്ടോ മറുപടിയായി തന്നെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പകരം താൻ ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും തയ്യാറായിരുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ തയ്യാറായില്ല, പിന്നെ താൻ എങ്ങനെയാണ് ഒളിച്ചോടുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് താൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ എങ്കിലും പിന്നെ ഇവർക്ക് വരാം, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള നിലയിൽ ഒരു തുറന്ന സംവാദത്തിന് മന്ത്രിമാരെ ക്ഷണിക്കുക കൂടിയാണ് മാത്യു കുഴൽനാടൻ ചെയ്തത്. വിജയകുമാർ, മന്ത്രിമാരായ പി രാജീവിനെയും എം രാജേഷിനെയും പരസ്യ സംവാദത്തിന് മാത്യു കുഴൽനാടൻ MLA ഈ മാസപ്പടി വിവാദത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം, അതല്ലെങ്കിൽ പരസ്യ സംവാദത്തിന് തയ്യാറാണ് എന്നാണ് മാത്യു കുഴൽനാടൻ ഇന്ന് കൂടുതൽ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് വ്യക്തമാക്കിയത്.